ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം പിന്നീട് എല്ലാവരും എന്ത് ചെയ്യും? ഒരു വണ്ടിയൊക്കെ മേടിക്കും. എന്നാൽ പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് സ്വന്തമായിട്ട് ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷവും വണ്ടി റോഡിൽ ഓടിക്കാനായിട്ടുള്ള അമിതമായിട്ടുള്ള പേടി, അമിതമായിട്ടുള്ള ആശങ്ക പല ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അത് മുഖാന്തരം വണ്ടിയൊക്കെ മേടിച്ച് വീട്ടിലിടുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ പേടി പൂർണ്ണമായിട്ട് മാറ്റി ഒരു വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ വെറും 4 ദിവസം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേടിയുള്ളവർക്ക് നിങ്ങളുടെ പേടി പൂർണ്ണമായിട്ടും മാറും. ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഗുണമായെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഇല്ല. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കണ്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങൾക്ക് പേടി മാറാനായിട്ടുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ ഒരു മെത്തേഡ് പറഞ്ഞു തരികയാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ സേഫ്റ്റി ഓർത്ത് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കാർ ഓടിക്കാനായിട്ട്. നിങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്തു, വണ്ടി ഓടിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടിയെക്കുറിച്ച് തിയറി ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം, അത്യാവശ്യം വണ്ടി ഓടിക്കാൻ അറിയാം, പേടിയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന മെത്തേഡ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഒരു നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി കാര്യം ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഗിയറും ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, പെഡലുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഇവ തമ്മിൽ നമ്മൾ വണ്ടി ഓടിച്ച സമയത്ത് ഇടുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക താളത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു താളത്തിൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഒരു വണ്ടി ഓടിക്കാൻ കഴിയത്തില്ല. അത് നിങ്ങൾ ആദ്യം ഓർത്തിരിക്കുക. അതായത് പല ആൾക്കാരും കാർ ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിലേക്കൊക്കെ വരുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. ചിലപ്പോൾ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരുന്നത് സാവധാനത്തിലായിരിക്കും. ക്ലച്ച് ചവിട്ടുന്നത് സാവധാനത്തിലായിരിക്കും. ചില ആൾക്കാർ ക്ലച്ച് ഒറ്റയടിക്ക് ചവിട്ടിയിട്ട് പെട്ടെന്ന് ക്ലച്ചിൽ നിന്ന് കാലെടുക്കും. ചിലവർ ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് വരും, ഹാർഡായിട്ടുള്ള ആക്സിലറേഷനിലേക്കൊക്കെ പലരും വരാറുണ്ട്. എന്നാൽ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഇവ തമ്മിലുള്ള കണക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള സ്ഥലത്തിൽ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടിയുടെ ഗിയർ ന്യൂട്രലാക്കുക, ഹാൻഡ് ബ്രേക്കിലിടുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഗിയറിൻ്റെ പൊസിഷനെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാവില്ല. ഇപ്പോൾ ന്യൂട്രൽ ഗിയറിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് പെഡലെ കാല് വെച്ചിട്ട് ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഫസ്റ്റിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഇടുക. അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ ഗിയറും ഇടുന്നത്. അതിനുശേഷം വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ക്ലച്ച് ചവിട്ടുക, തേർഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഓരോ ഗിയർ ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ച് ആ ഒരു മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഫോർത്തിൽ നിന്ന് ഫിഫ്ത്ത് ഇടുമ്പോൾ എന്ത് ചെയ്യണം? ക്ലച്ച് ചവിട്ടുക, ന്യൂട്രൽ വരിക, റൈറ്റ് ചേർക്കുക, വീണ്ടും ഫിഫ്ത്ത് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു, വീണ്ടും നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ന്യൂട്രൽ പോയിന്റിലേക്ക് വരുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, വീണ്ടും ക്ലച്ച് ചവിട്ടുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. അതിനുശേഷം നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു വണ്ടി നിർത്തിയിട്ടിട്ട് ക്ലച്ച് ചവിട്ടി ഓരോ ഗിയർ ഇടുക. അപ്പോൾ നമുക്ക് ഗിയർ ഇടുന്നതും ക്ലച്ച് ചവിട്ടുന്നതിൻ്റെ ആയിട്ടുള്ള ഒരു താളം നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു 3-4 തവണ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വണ്ടി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ ഏകദേശം ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് കാല് ഫ്രീ ആക്കി വെക്കുക. ഇവിടെ ഉപ്പൂറ്റി എപ്പോഴും ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആവശ്യാനുസരണം അത് ചെയ്യുക. കാലെപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ക്ലച്ച് ഉപയോഗിക്കുമ്പോഴും നമ്മുടെ കാല് ഫ്രീ ആയിട്ടിരിക്കണം. ഒരിടത്ത് ബലം പ്രയോഗിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ജസ്റ്റ് ബ്രേക്ക് പെഡലേ വന്നിട്ട് വീണ്ടും വണ്ടിയുടെ വേഗത കൂട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതേ ആക്സിലറേറ്റർ പെഡലിലേക്ക് വളരെ വേഗത്തിൽ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. ആക്സിലറേഷൻ കൊടുക്കുക, അതിനുശേഷം വീണ്ടും ഇതേ ഇങ്ങനെ ബ്രേക്കിലേക്ക് വരിക, വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക, ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ ഇതും നിങ്ങളിതേ ഇത്തരത്തിലൊരു വണ്ടിയിലിരുന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് ആണ് നമ്മളൊരു കാർ ഓടിക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഗിയർ ഷിഫ്റ്റിങ്ങും ഇങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾറെഡി ക്ലച്ചും ബ്രേക്കും നമ്മൾ ചവിട്ടി പ്രാക്ടീസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് എളുപ്പം വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് സൈഡ് ചേർക്കുന്നു, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. പിന്നെ അടുത്ത പോയിന്റ് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് മുന്നോട്ടെടുത്ത് ഒന്ന് നിർത്തിയെടുത്ത് നോക്കുക. ഒരു 3-4 തവണ നിർത്തിയെടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിർത്താനായിട്ട് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്തോളും. അതിനുവേണ്ടി നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെഡലി വെക്കുക. കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിരപ്പായ റോഡിലായതുകൊണ്ട് ജസ്റ്റ് ക്ലച്ച് എന്നതേ പതിയെ അയക്കുമ്പോൾ ഇതേ വണ്ടി ഇങ്ങനെ മെല്ലെ മുന്നോട്ടൊന്നതേ പതിയെ നീങ്ങുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുമ്പോൾ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് വണ്ടി ഇങ്ങനെ പതിയെ ഒന്ന് മുന്നോട്ട് മൂവ് ആക്കിയിട്ട് വീണ്ടും ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചവിട്ടിയിട്ട് വണ്ടിയെ ഇങ്ങനെ നിർത്തുക. ഓക്കെ, ഇപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഞാൻ വണ്ടിയെ നിർത്തി. അപ്പോൾ എന്ത് ചെയ്യണം? വണ്ടി സ്പീഡിൽ അല്ല പോകുന്നത്, പതുക്കെയാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം ക്ലച്ച് ചവിട്ടുക, അതിനുശേഷം ബ്രേക്ക് ചെയ്ത് നമുക്ക് വണ്ടിയെ നിർത്താം. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ എടുക്കാനായിട്ട് പഠിച്ചു. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു, ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മളിങ്ങനെ വണ്ടി പതിയെ എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു കൺട്രോൾ കിട്ടും. കൺട്രോൾ കിട്ടിയതിന് ശേഷം നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി പതിയെ ഓടിക്കുക. ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ച് പോകുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്തു. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം 3 മണിക്കൂർ വെച്ച് വണ്ടി ഓടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പോൾ ഞാൻ വണ്ടി ഫസ്റ്റ് ഗിയറിലെടുത്തു. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വണ്ടിക്കൊന്ന് മൂവ് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? മെല്ലെ ക്ലച്ച് ചവിട്ടുക, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ക്ലച്ചിൽ നിന്ന് കാലെടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ആ ഇടയ്ക്ക് ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഗിയർ ഇട്ടപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ എളുപ്പമാവും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. അതിനുശേഷം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കാതെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിവിടെ ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. നമ്മുടെ വണ്ടിയുടെ വേഗത കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരും. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വണ്ടി പോകുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, തുടക്കത്തിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് റോഡിൽ തന്നെ ഓടിക്കുക. ഇപ്പോൾ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കയറ്റമാണ്. ഞാൻ സെക്കൻഡ് ഗിയറിൽ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കോൺഫിഡൻ്റ് എന്ന് തോന്നുന്ന ഒരു ഭാഗത്ത് വരുമ്പോൾ നിങ്ങൾ അടുത്തൊരു ഗിയർ ഇടുക. അല്ലാതെ അടുപ്പിച്ച് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം സെക്കൻഡ് ഗിയറിൽ നമ്മളിങ്ങനെ പോകുന്നു, നല്ലൊരു കയറ്റമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ തന്നെ പോവുക. കുറച്ച് ദൂരം പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റിയറിംഗ് കൺട്രോളും ഗിയർ ഷിഫ്റ്റിങ്ങും കുറേ കൂടെ നിങ്ങൾക്കൊരു ബാലൻസിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾ തേർഡ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വളവിലും തിരിവിലും തേർഡ് ഇടാതെ ഏകദേശം റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം. ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു വളവാണ്. നമ്മൾ സെക്കൻഡിൽ തന്നെ ഇതെങ്ങനെ പോകുന്നു, വളവ് ഇങ്ങനെ തിരിയുന്നു, സ്റ്റിയറിംഗ് കൺട്രോൾ റെഡിയായി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം ക്ലച്ച് ചവിട്ടുക, തേർഡിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് ക്വിക്കായിട്ട് കാലെടുത്തിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുക. അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിംഗ് കൺട്രോളും നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, തേർഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് ആക്സിലേഷൻ കൊടുക്കാതിരിക്കുക. അതായത് നമ്മൾക്ക് സെക്കൻഡ് ഗിയറിനെ അപേക്ഷിച്ച് തേർഡിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു സ്പീഡ് മതി. ഒരുപാട് സ്പീഡിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കുക. സെക്കൻഡിൽ വരുന്നതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു ആക്സിലേഷൻ കൊടുക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, തേർഡിലാണ് നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം നമുക്ക് വീണ്ടും ഫോർത്ത് കൊടുക്കണം. ഫോർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ സ്റ്റിയറിംഗ് കൺട്രോളിന് പ്രാധാന്യം നൽകി ലൈറ്റായിട്ടുള്ള ഒരു ആക്സിലേഷൻ കൊടുക്കുക. അതിനുശേഷം ക്ലച്ച് പിടിക്കുക, ഫോർത്ത് ഗിയറിലേക്ക് ഇടുക. ഇങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ വന്നിട്ട് നിങ്ങൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ മൈൻഡ് തോന്നിക്കും അടുത്ത ഗിയർ ഇടാം. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഗിയർ ഇടുക. ഇനി നിങ്ങൾക്ക് അതിനൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നിന്ന് 5th ഗിയർ വരെ നമുക്ക് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി എല്ലാ ഗിയറും ഇടാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കുക, 4th ഗിയറിലാണ് പോകുന്നത്. എന്നാൽ ഇങ്ങനെ പോകുന്ന ടൈമിൽ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റം വരികയാണ്, ഇവിടെ ഒരു വളവുണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലായതുകൊണ്ട് ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം?
ആ വളവിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് ഗിയർ തേർഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ ഇത് വളവിൽ ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇങ്ങനെ വരുന്നു, ഇപ്പോൾ റോഡ് സ്ട്രെയിറ്റ് ആണ്, ഇവിടെ നമുക്കൊരു കയറ്റമുണ്ട്. അപ്പോൾ നമ്മൾ ആ വളവിൽ കയറ്റത്തിന് മുന്നേ വരുന്നതിന് നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ക്ലച്ച് പിടിക്കുക, ഡൗൺ ചെയ്ത് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വണ്ടി ഓഫ് ആകാതെ തന്നെ നമുക്ക് ഓരോ ഗിയറും ഇട്ട് ഓടിക്കാനായിട്ട് കഴിയും. ഇനി നിങ്ങൾക്ക് വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വളവിലും തിരിവിലും അല്ലാതെ സ്ട്രെയിറ്റ് റോഡ് ആകുമ്പോൾ എന്ത് ചെയ്യണം, ജസ്റ്റ് അഡ്വാൻസ് ചെയ്തിട്ട് ഇത്തരത്തിൽ ക്ലച്ച് ചവിട്ടിയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഒന്നൊരു കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, മറ്റൊന്നൊരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ചെയിൻ എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒപ്പം ഒരു വണ്ടി തിരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇത് 3 കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കയറ്റത്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക, ഫസ്റ്റ് ഗിയർ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക, എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ബ്രേക്ക് കാല് വെക്കുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റിലേക്ക് നമ്മൾ വരുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഇടത്തെ കാല് നിങ്ങൾ ഇവിടെ ഫ്ലോറിൽ വെക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഫ്രീ ആക്കി ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ കൃത്യമായിട്ട് കാല് വെച്ചേക്കുക. അതിനുശേഷം പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. നമ്മൾ ഹാഫ് ക്ലച്ചിൽ എത്ര വന്നോ അത്രയധികം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുമ്പോൾ വണ്ടി ഇത്തരത്തിൽ മുന്നോട്ട് മൂവ് ആകും. അപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇത് നിങ്ങൾ കുറേ അധികം നേരം ചെറിയ കയറ്റങ്ങളിലിട്ട് വണ്ടി നിർത്തിയെടുത്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇത്തരത്തിൽ ഹാൻഡ് ബ്രേക്ക് ഫുള്ള് വലിച്ച് ലോക്ക് ചെയ്യുക. ഓക്കെ, ലോക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയേ, വണ്ടി ഈ കയറ്റത്ത് ബാക്ക് സൈഡിലേക്ക് റോൾ ആകുന്നില്ല. അതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് കാല് വെച്ചിട്ട് ലൈറ്റായിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിക്കുക. ഓക്കെ, അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഒരു പോയിന്റിലേക്ക് വരും. വണ്ടി മുന്നോട്ട് നീങ്ങുന്ന പോയിന്റ് വരുന്നു. ഈ പോയിന്റ് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് മേളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുക. അപ്പോൾ ഈ ബട്ടൻ്റെ ലോക്ക് കഴിയും. അതിനുശേഷം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു, ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുക. വണ്ടി നീങ്ങുന്ന ടൈമിൽ ഹാൻഡ് ബ്രേക്കിൽ നിന്ന് കൈയെടുക്കുക. ഇതിങ്ങനെ നിങ്ങൾ നിർത്തിയെടുത്ത് ചെറിയ കയറ്റങ്ങളിൽ വണ്ടി എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലെ പേടി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ പേടിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ധൈര്യത്തോടെ. അപ്പോൾ അതിനുവേണ്ടി എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് പേടിയുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് അറിവുള്ള ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കാറിനെക്കുറിച്ച് അറിവുകൾ കുറവാണെങ്കിൽ, ഡ്രൈവിങ്ങിനെക്കുറിച്ച് അറിവുകൾ കുറവാണെങ്കിൽ കൂട്ടത്തിൽ വണ്ടി ഓടിക്കാനായിട്ട് അറിയാവുന്ന നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിയിട്ട് ഈ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വെറും 4 ദിവസം കൊണ്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡുകൾ കൃത്യമായിട്ടും നിങ്ങൾ ഒരു 3 മണിക്കൂർ വെച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് വ്യത്യാസം വരും. നിങ്ങളുടെ പേടി മാറും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയും. കാരണം നമ്മൾ ഈ ഒരു കാര്യമെന്ന് പറയുന്നത് ഓടിച്ചെങ്കിൽ മാത്രമേ ആകത്തുള്ളൂ. നമ്മൾ ഓടിക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അരമണിക്കൂർ ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അരമണിക്കൂർ വണ്ടി ഓടിച്ചുകൊണ്ട് ഇതുകൊണ്ട് പ്രയോജനമില്ല. ദീർഘദൂരം ഓടിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ഡ്രൈവിങ്ങിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കും. ഇത് നിങ്ങൾ കാർ ഡ്രൈവിംഗ് ഓടിച്ചു പോകുന്ന സമയത്ത് 3 മണിക്കൂർ ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വയമായിട്ട് പല കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ടും കഴിയും. നിങ്ങൾക്ക് ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ലച്ച് കൺട്രോളിംഗ്. അതൊരു പരിധിവരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഡ്രൈവിംഗ് വേറെ ലെവലാകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് നിങ്ങളുടെ പേടി മാറാനായിട്ട് നിങ്ങൾ ഓടിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേടി മാറും. ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് നിങ്ങൾക്ക് അത് സഹായകരമാകുന്നതാണ്. അപ്പോൾ ഒരു 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.